ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ചോറും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചോറൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് തലേന്നത്തെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ, അന്ന് വെച്ച ചോറായാലും ഒന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഏതരിൻ്റെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു 2 പിടി മാത്രം മതിയാവും കേട്ടോ, കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അടിച്ചെടുക്കാം. എന്നിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഒട്ടും തരി ഇല്ലാതെ ഞാൻ അടിച്ചെടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം അര കിലോ ഗോതമ്പ് പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന ചോറിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതാ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ. ഞാൻ ഒരു ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം കൂടി പോകാൻ പാടില്ലേ. ഇതാ ഇത്രയും കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് നേരം അധികം തന്നെ കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ ചപ്പാത്തി ആക്കുന്നില്ലേ, അത് തന്നെ കേട്ടോ. അതൊന്നും ഞാൻ ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മുട്ട കൊണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടർ എടുക്കുന്നുണ്ട്. ബട്ടർ തന്നെ വേണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ അതാ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വന്നാൽ നമുക്കൊരു 4 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 4 or 5 ഒക്കെ എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 എണ്ണമാണ് എടുത്തത്. ഇനിയിപ്പോൾ ഇതിന്ന് നമുക്കൊന്ന് ഓംപ്ലേറ്റ് പോലെ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിങ്ങനെ സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും ആക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത്. ഈ ഒരു മുട്ടയിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ ഇതേപോലെ ആക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളെ മുട്ട ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു പാത്രത്തിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുകി വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, വെളുത്തുള്ളി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. വെളുത്തുള്ളി ഒന്ന് കളർ മാറി വരണം കേട്ടോ. കുറച്ചൊന്ന് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മൈദാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. ഞാനൊരു ടീസ്പൂൺ ഇടുന്നതാണ് കേട്ടോ കാണിച്ചത്. പിന്നീട് ഞാൻ 1 സ്പൂണും കൂടി ഇട്ട് കൊടുത്തിനു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിനു കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് കളർ മാറി വന്നാൽ നമുക്കിതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നോട്ടെ. ഒരു കുഴമ്പ് രൂപത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളെ കയ്യിൽ കുരുമുളക് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ രാവിലെ തയ്യാറാക്കിയ ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ.
അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊണ്ടുപോകാനും പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ്. വേറെ മസാലയും കാര്യങ്ങളൊന്നും ഇതിലേക്ക് വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ചാറ്റ് മസാല ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്, കാണിക്കാൻ വിട്ടുപോയി കിട്ടുന്നോട്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മൈദൻ്റെ ആ ഒരു മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയും മതിയാവും. ഇത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. റോൾ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. ഈ ഒരു സമയത്താണ് ഞാൻ ചാറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഒരു നുള്ള് മാത്രം മതിയാവും കേട്ടോ, കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മതിയാവും. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ ഞാൻ ഉരുളകളാക്കി വെച്ച ആ ഒരു മാവിൻ്റെ അകത്തേക്ക് കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒട്ടിപ്പിടിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിൽ ചോറ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാനുള്ള കൂടുതലാണ് കേട്ടോ. ഇതാ ഓരോന്നും എടുത്തിട്ട് ഞാൻ ഈ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ലോണം പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. അപ്പോൾ ഇതാ ഞാൻ ഇത് ഓരോന്നും ഇതേപോലെ ഒന്ന് അമർത്തിയെടുക്കട്ടെ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക. ഇത്രയും മതിയാവും കേട്ടോ. നമ്മൾ ഇതിൻ്റെ അടിയിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിനു കേട്ടോ. എന്നാലത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഓരോന്ന് ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഞാൻ അമർത്തി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ചപ്പാത്തി തന്നെ പരത്തുന്നില്ല, ചപ്പാത്തി തന്നെയാണ്. പക്ഷേ നമ്മളിതിൽ ചോറും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിത് റേഷൻ കടയിലത്തെ ആട്ടപ്പൊടിയാണ് കേട്ടോ. അത് നമ്മൾ വെച്ചിട്ട് ചപ്പാത്തി ചൂടുന്ന സമയത്ത് ഒരു പിരിപിരിങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കിട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചോറൊക്കെ വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ നല്ല അടിപൊളി ചപ്പാത്തി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ ഹാർഡായിട്ടൊന്നും നിൽക്കൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ്, നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. റേഷൻ കടയിലത്തെ മാവ് തീരെ ഒരു പൊടിയാത്ത പോലെയല്ല നമുക്ക് കിട്ടുക അധികവും. ഞാനതുകൊണ്ട് ചുടലില്ല കേട്ടോ. പക്ഷേ ഇതേപോലെ ചെയ്തു തരാൻ എനിക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കിട്ടോ. നമുക്ക് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കട്ടെ. തേങ്ങയും അതുപോലെ തന്നെ ചോറും കൂട്ടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.